ചോദിക്കുന്നത്. ശരി, ശ്രീ പ്രസാദ് കുരുവിള, താങ്കളുടെ തന്നെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പ്രത്യേക ഏതെങ്കിലും മതത്തെക്കുറിച്ച് പരാമർശം ഉണ്ടായിട്ടില്ല. പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മാരകലഹരി ഉൾപ്പെടെയുള്ള ചില വിഷയങ്ങൾ ഒരു സാധാരണക്കാരന്റെ വികാരം ഒരു മതത്തെയും വ്രണപ്പെടുത്താതെ പരാമർശിച്ചു എന്നതിനപ്പുറം ഇതിനെ കാണേണ്ടതില്ല. ഈ പ്രസംഗം 4 തവണ ആവർത്തിച്ച് ഞാൻ പരിശോധിച്ചതാണ്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം വിടക്ക് എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കാൻ ആരും ശ്രമിക്കേണ്ടതുമില്ല. ശ്രീ പ്രസാദ് കുരുവിള, താങ്കൾ തന്നെ പറയുന്നു താങ്കൾക്ക് ഈ പറയുന്ന മീനച്ചിൽ ഭരണങ്ങാനം താലൂക്കിൽ ഈ പറയുന്ന 400 പേരുടെ കാര്യം താങ്കൾക്ക് അറിയില്ല. താങ്കൾക്കറിയാവുന്ന 4 കേസുകൾ പ്രേമവിവാഹങ്ങളാണ്. ഈ പറഞ്ഞ ഏതെങ്കിലും മതമായി അല്ലെങ്കിൽ മതവുമായോ ഈ പറയുന്ന ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വ്യാജ കോയിനേജുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതായി താങ്കൾക്ക് നേർക്കുന്നവർ അറിവില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് 4 തവണ താങ്കൾ അത് കേട്ടപ്പോഴും ആ പ്രസംഗത്തിൽ പ്രശ്നമൊന്നുമില്ല തോന്നാനുള്ള കാരണം? ശ്രീ പ്രസാദ് കുരുവിള. ആദ്യമായിട്ട് അഡ്വക്കേറ്റ് അമീർ ഹസന്റെ ആ തെറ്റിദ്ധാരണയെ തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ PC ജോർജ് എന്ന് പറയുന്ന ആള് കത്തോലിക്ക സഭയുടെ തലവനല്ല. കത്തോലിക്ക സഭയുടെ തലവൻ എന്ന് പറയുന്ന ആള് മാർപ്പാപ്പയാണ്. കേരള കത്തോലിക്ക സഭയുടെ തലവന്മാര് 3 പേരുണ്ട്. പാലാ രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ്. അതൊന്ന് അങ്ങ് മനസ്സിലാക്കിയിരിക്കണമെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ ഒരു സമ്മേളനത്തില് നിരവധി നേതാക്കള് ജനപ്രതിനിധികൾ സംസാരിക്കുകയുണ്ടായി. നേതാക്കള് സംസാരിക്കുകയുണ്ടായി. അത് ഒരു മതത്തിന്റെ പേരെടുത്ത് പറഞ്ഞതായിട്ട് ഒരിടത്തും ഞാൻ അത് പല ആവൃത്തി അത് കേൾക്കുകയുണ്ടായി. പക്ഷെ അതിനകത്തൊരു മതത്തിന്റെ പേരെടുത്ത് പറഞ്ഞതായിട്ട് ഇല്ല എന്നുള്ളതാണ് നമ്മളത് പറയുന്നത്. ഈ പറയുന്ന ഈ ലവ് ജിഹാദ് എന്നത് എന്താണെന്ന് താങ്കൾക്ക് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് താങ്കൾക്ക് അറിയാത്ത അത്രയും നിഷ്കളങ്കനാണോ അങ്ങ്? ഞാന് നിഷ്കളങ്കനാണ്, ഒത്തിരി നിഷ്കളങ്കനാണ്. ജിഹാദ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഈ ലവ് ജിഹാദിൽ കൂടി 400 പേരെ കാണാനില്ല, തട്ടിക്കൊണ്ടുപോയി, കടത്തിക്കൊണ്ടുപോയി എന്ന് PC ജോർജ് പറയുന്നത് അങ്ങക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത കൊണ്ടാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ വിട്ടു. അല്ല, 400 പേരെ തട്ടിക്കൊണ്ടുപോയി, കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് ഏത് വിഭാഗമാണെന്ന് അവിടെ അദ്ദേഹം സംസാരിച്ചിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടില്ല. അല്ല, തുടർച്ചയിൽ പറയുന്നു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇല്ല അതിന്റെ തുടർച്ചയിൽ പറയുന്നു ക്രിസ്ത്യൻ പരിഹാരം എന്താണ്, ക്രിസ്ത്യൻ പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിച്ചു വിടണം എന്നൊക്കെ തുടർച്ചയിൽ പറയുന്നില്ലേ? അപ്പൊ എന്താണ് പിടികിട്ടുന്നില്ല അങ്ങേക്ക്? അല്ല, ക്രിസ്ത്യൻ പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിച്ച് വിടണമെന്നാണ് എന്റെയും സഭയുടെയും ഒക്കെ നിലപാട്. അത് മറ്റൊന്ന് കണ്ടുകൊണ്ടല്ല. അത് തീർച്ചയായിട്ടും ക്രിസ്ത്യൻ പെൺകുട്ടികളെ അത് രക്ഷിതാക്കള് നേരത്തെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ എന്നല്ല, എല്ലാ പെൺകുട്ടികളെയും നേരത്തെ കല്യാണം കഴിച്ച് വിടുന്നത് തന്നെയാണ് എപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ കാണേണ്ട ഇത് ഞാൻ പറഞ്ഞു, നമ്മളൊരു വാക്ക് പിടിച്ച് പെൺകുട്ടിയാവട്ടെ ആ പെൺകുട്ടികളുടെ അനുവാദം കൂടി അക്കാര്യത്തിൽ വേണ്ടേ? നേരത്തെ പിടിച്ചും കെട്ടിച്ചു വിടാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളൊന്നും അല്ലല്ലോ പെൺകുട്ടികൾ. അവരുടെ താല്പര്യം നോക്കണ്ടേ, അവരുടെ പഠിത്തം എന്താണെന്ന് നോക്കണ്ടേ, അവർക്ക് ജോലി കിട്ടിയിട്ട് എന്റെ സ്വന്തം കാലം തൊട്ട് മതി കല്യാണം എന്ന് പറഞ്ഞാലോ? അല്ല മറ്റൊരു വിഷയമാണെങ്കിലും അതൊരു വിഷയമാണല്ലോ. അല്ലല്ല, മറ്റൊരു വിഷയം അതൊരു വിഷയമാണല്ലോ രാഹുലേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് കെട്ടിച്ചുവിടാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ സ്വത്താണ് എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ മൂളയില്ലാത്ത അല്ലെങ്കിൽ ആലോചിക്കാൻ ഏതെങ്കിലും തരത്തിലില്ലാത്ത നമ്മൾ പറഞ്ഞ ഉടനെ കേൾക്കേണ്ട ആൾക്കാരാണ് നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ അല്ലല്ലോ. അവരുടെ താല്പര്യം കേൾക്കണമല്ലോ, വേണ്ടേ? അല്ല, അങ്ങനെ തീർച്ചയായിട്ടും അവരുടെ താല്പര്യം കേൾക്കണം. അവരുടെ താല്പര്യപ്രകാരം പ്രായപൂർത്തിയായാൽ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് നല്ലതാണ്. അതെല്ലാം മതക്കാരെയും കല്യാണം കഴിപ്പിച്ചു വിടുന്നത് നല്ലതാണ്, ന്യായം തന്നെയാണ്. അതിനകത്തും അത് PC ജോർജ് പറഞ്ഞതിൽ നേരത്തെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന്, ക്രിസ്ത്യൻ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് PC ജോർജിന് പറയാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം അദ്ദേഹം കത്തോലിക്ക സഭയുടെ അംഗമാണ്, തലവനല്ല. അദ്ദേഹം കത്തോലിക്ക സഭയിലെ ഒരു അംഗമാണ്, അദ്ദേഹത്തിന് അത് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഞാൻ ആരെയും ന്യായീകരിക്കുകയല്ല, ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്യുകയല്ല. ഒരു മതവിഭാഗം കത്തോലിക്ക സഭ ടാർഗറ്റ് ചെയ്യുന്നില്ല. ഈ രാജ്യത്ത് ഭരണഘടനാ പ്രകാരം എല്ലാ മതങ്ങളെ പ്രചരിപ്പിക്കാനും എല്ലാ മതങ്ങളുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളായിട്ട് തുടരാനും എല്ലാവർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് എല്ലാ മതങ്ങളോടുമുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു, നമ്മൾ സംഘടിപ്പിച്ച ഒരു സുപ്രധാന മീറ്റിംഗ് ഒരു വലിയ വിപത്തിനെതിരെയുള്ള മീറ്റിംഗ് ആയിരുന്നു. അതിൽ ഓരോരുത്തരോടും നിങ്ങൾ ഇന്നത് മാത്രമേ പറയാവുള്ളൂ, നിങ്ങൾ വാ മൂടിക്കെട്ടണം, അല്ലെ ഞാൻ പറയുന്ന ഭാഷയിൽ തന്നെ ശ്രീ PC ജോർജ് പറയണം, അല്ലെങ്കിൽ മറ്റ് MP-മാർ ജനപ്രതിനിധി പറയണം, നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ ആ സംസാര ഭാഷയില് ഒരു പക്ഷേ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഒക്കെ സംസാരത്തിൽ വന്നിട്ടുണ്ടാവും. ഇത് പൊതുസമൂഹത്തില് ഇപ്പം ഇറങ്ങി നടക്കുന്ന അല്ലെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രാസം അല്ലെ ഒരു കാര്യമായിട്ടങ്ങ്
കണ്ടാൽ മതി. അതിനെ ഞാൻ പറഞ്ഞത് അതിന് യാതൊരുവിധ ഒരു ഫാക്ച്വൽ വലുതായിട്ട് ഞാൻ പറയുന്നത് പി സി ജോർജ് എന്തും പറഞ്ഞോട്ടെ. പി സി എന്തൊക്കെ പി സി ജോർജ് ഇപ്പോൾ ആ ജോസ് കെ മാണിയുടെ ഭാര്യയ്ക്കെതിരെ പറഞ്ഞ ഒരു ടെലിഫോൺ സംഭാഷണം പ്രചരിക്കുന്നു. അങ്ങനെ കേട്ടതാണോ? നമുക്ക് അറപ്പ് തോന്നും. അമ്മാതിരി വാർത്ത എന്തൊക്കെ പി സി പറയുന്നു. അത് പി സി ആ വഴിക്ക് വിട്ടേക്കും. പക്ഷേ അതിനെ താങ്കൾ ഒരു വാർത്താക്കുറിപ്പിലൂടെ ന്യായീകരിക്കുമ്പോഴാണ് അത് എന്താണ് അത് ഓതന്റിക്കേറ്റ് താങ്കൾ ചെയ്യുന്നത്. അല്ല, അതിനെ ന്യായീകരിക്കുകയല്ല നമ്മൾ പറഞ്ഞത്. നമ്മുടെ സമ്മേളനത്തിൽ സംസാരിച്ചതിൽ അതിന് ഒരു മതവിഭാഗത്തെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പേരെടുത്ത് പറഞ്ഞതായിട്ട് നമ്മളവിടെ കേട്ടിട്ടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന് ന്യായീകരണമല്ല. പിന്നെ ആരെയും ടാർഗറ്റും ചെയ്യണ്ട. എന്തായാലും കെ സി ബി സിയുടെ നിങ്ങളുടെ ഇപ്പം എന്താണ് വിഷയത്തിൽ നിന്ന് മാറി എന്ന് പറയുകയാണ്. കെ സി ബി സിയുടെ നിങ്ങളുടെ ഈ പറഞ്ഞ ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണ അറിയിക്കുകയാണ്. അതിന് ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുകയാണ്. കാര്യം അത് കാലത്തിന് ഏറ്റവും വലിയ ആവശ്യമാണ്. ഒരു തർക്കം അക്കാര്യത്തില്ല. താങ്ക് യു സാർ. ഞാൻ അങ്ങനെയൊക്കെ എത്താം.